ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈസെല്ലർ വാട്ടറിൻ്റെ റിവ്യൂ കാണാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നൈക്കയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഗാർണിയറിൻ്റെ ഓയിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈസെല്ലർ വാട്ടറാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 450 റുപ്പീസാണ്. 200 ml ആണ് കേട്ടോ ഇതിൽ വരുന്ന ക്വാണ്ടിറ്റി. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് വരുന്നത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. ഫ്ലിപ്പ് ക്യാപ്പ് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ അകത്ത് പെർഫ്യൂം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഫ്രാഗ്രൻസ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് വേണമായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഗാർണിയറിൻ്റെ ആ ഒരു മൈസെല്ലർ വാട്ടറിൽ നല്ലപോലെ പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെയുള്ള മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിയത് കേട്ടോ. ഇതിൻ്റെ അകത്ത് കളറില്ല, അതുപോലെ തന്നെ പെർഫ്യൂം ഇല്ല, ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷനും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ സ്യൂട്ടായിട്ടുള്ളൊരു മൈസെല്ലർ വാട്ടറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ലൈറ്റായിട്ടുള്ള മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഓക്കെയാണ്. പക്ഷേ വാട്ടർ പ്രൂഫായിട്ടുള്ള മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ലപോലെ നമ്മൾ റബ്ബ് ചെയ്യേണ്ടി വരും. മറ്റേ ഗാർണിയറിൻ്റെ മൈസെല്ലർ വാട്ടർ ജസ്റ്റ് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് വലിക്കുകയാണെങ്കിൽ എല്ലാ മേക്കപ്പും നല്ലപോലെ റിമൂവ് ചെയ്ത് പോരാറുണ്ട്. പക്ഷേ ഇതങ്ങനെ അത്ര ഈസി ആയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഗാർണിയറിൻ്റെ മൈസെല്ലർ വാട്ടർ നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് അത്രയ്ക്ക് പോരാ കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഐലൈനറും ഞാൻ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഈ ഒരു കോട്ടൺ പാഡിൽ ഈ ഒരു മൈസെല്ലർ വാട്ടർ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ നല്ലപോലെ ബലം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അത് റിമൂവ് ആവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഈസി ആയിട്ട് ഈ ഒരു മൈസെല്ലർ വാട്ടർ റിമൂവ് ചെയ്യുന്നു. സാധാരണ എല്ലാ മൈസെല്ലർ വാട്ടറും ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് അധികം സ്റ്റെയിൻ പവർ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോവാറുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് അതും പോകുന്നുണ്ടായിരുന്നില്ല. ഇത് സാധാരണ ഒരു ഐലൈനർ ആയിരുന്നു കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഈ കിടന്ന് റബ്ബ് ചെയ്യുന്ന കാണുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ വലിയ ഇഷ്ടമായൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വരുന്നത്. നമുക്ക് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.